ഇതെൻ്റെ ചെരുപ്പ്. ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ശനിയാഴ്ചയാണ്, പക്ഷെ ഇന്ന് സ്കൂളിലുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഇന്ന് ചേച്ചിയില്ല, ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. ചേച്ചി ഇന്നലെ ചേച്ചിയുടെ അനിയത്തിയുടെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. രാവിലെ ഇന്ന് ഏട്ടന് ജോലിയില്ല. അപ്പം ഏട്ടന് വീട്ടിലോട്ട് പോവുകയാണ്, അമ്മ എടുത്തോട്ട് പോവുക. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കൊണ്ട് കൊടുക്കണം. അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. കൂട്ടുകാരെ, അപ്പോൾ സ്കൂളിലാണ്. നമ്മുടെ ജോലിയൊക്കെ ഒരുവിധം കഴിഞ്ഞു. ഇനിയിപ്പം കുഞ്ഞുങ്ങളെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്കും പോകാം കേട്ടോ. ഉച്ചവരേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് എന്തോ PSCയുടെ ടെസ്റ്റ് പരീക്ഷ ഉണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് കുഞ്ഞുങ്ങളെ വിട്ടിട്ട് പോകാം. ചേച്ചിയില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ എന്തോ നല്ല തൊണ്ടയടപ്പുണ്ട് ചില സമയങ്ങളിൽ, അങ്ങനെ തണുപ്പാകുമ്പോൾ. പിന്നെ വേറെ എന്താണ്, നല്ല മഴ വരുന്നുണ്ട്. ഞാൻ എങ്ങനെ പോകുമെന്ന് അറിഞ്ഞുകൂടാ, നല്ല മഴ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ വേറെ എന്താണ് കൂട്ടുകാരെ വിശേഷം? പിന്നെ വൈകിട്ട് ഏട്ടനും ഞാനും കൂടി പന്തളത്ത് വയ്യമ്മ വരെ ഒന്ന് പോയി. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഏട്ടൻ പിന്നെ നമ്മുടെ അകത്ത് ഒരു വഴുതനങ്ങ വിളഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് പറിക്കാനായിട്ട് പോയി. അത് പറിച്ചെടുത്തുകൊണ്ട് പോരുന്നു. ഒരെണ്ണേ ഉള്ളായിരുന്നു. ഇതിന് മുമ്പൊക്കെ ഉള്ളത് നമ്മളിങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരെണ്ണം പറിച്ചെടുത്ത് വേറെ 2-3 എണ്ണം കൂടെ ഉണ്ട്. അപ്പോൾ ഒരു കറി വെക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. മൂത്ത മരുമോടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വഴുതനത്തയ്യായിരുന്നു. നല്ലതായിട്ടുണ്ടാവുന്നുണ്ട് ഇതിൽ. അപ്പോൾ കൂട്ടുകാരെ, ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ വീടിനടുത്ത് തന്നെ സുന്ദ ചേച്ചിയില്ലേ, സുന്ദ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ മോടെ കല്യാണമാണ്. അപ്പോൾ നാളെയാണ് കല്യാണം. അപ്പം നമുക്ക് ഇന്ന് വൈകുന്നേരം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. സന്ധ്യയായി, വയലിൽ കൂടെ ഞാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ പോയിട്ട് വരട്ടെ. ഇരുട്ടായി തുടങ്ങി. നമ്മുടെ വീട് അവിടെ ആയിട്ടാണ് കേട്ടോ. പാലത്തേക്കൂടെ കയറി ഇങ്ങനെ വന്ന് കാണാൻ പറ്റുമോ? ഇതോ ഒരു വെട്ടം കണ്ടോ? അത് നമ്മുടെ വീട്ടിലെ വെട്ടമാണേ. കണ്ടോ? വയലൊക്കെ കണ്ടോ? നല്ല രസമല്ലേ കാണാൻ? ആകാശമൊക്കെ നല്ല ഭംഗിയല്ലേ? ഇനി തിരിച്ചു വരുമ്പോൾ ഇനി മക്കളോ ഏട്ടനോ ആരെങ്കിലും വിളിക്കണോ? ആർക്കും വരാൻ വയ്യ. ഞാൻ എല്ലാവരോടും ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ വാ അറിഞ്ഞ്, ആർക്കും വരാൻ വയ്യ. പിന്നെ നമുക്ക് പോകാതിരിക്കാനും പറ്റില്ലല്ലോ. നമ്മളോട് വന്ന് പറയാൻ, നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ നമ്മളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് പോകാതിരിക്കാൻ പറ്റുമോ? കളറല്ലേ ചേട്ടാ? അവളെ ഓട്ടോടാ, അവളെ കാണിക്കാൻ. കുഞ്ഞിനെ കളിപ്പിക്കുന്നുണ്ട് അപ്പൂപ്പൻ നിന്നോണ്ട്. നോക്കിയിരിക്കോ ഫോണിലോട്ട്. മതി, കഴിഞ്ഞു. കൂട്ടുകാരി, അപ്പോൾ ഇത് മൂത്ത മരുമോടെ വീട്ടിൽ നിന്ന് അവൾ കൊടുത്തു വിട്ടതാണ് അവിയൽ. എന്തെങ്കിലും ഇഞ്ചിക്കറിയോ?
ഇഞ്ചിക്കറി, ഇതെന്താ പറയുക, മാങ്ങ അച്ചാറ്, മാങ്ങ അച്ചാറ്, പിന്നെ പായസം. തുറക്കാൻ പറ്റുന്നില്ലല്ലോ അവിടെ. പായസം പ്രഥമനാണേ. ഇപ്പോൾ അതിത്രയും മൂത്ത മരുമോള് അവിടെ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് ഇന്ന് അവൾ തന്നു വിട്ടത്. ഏട്ടൻ ചോറ് കഴിക്കുക, അവിയലുണ്ട്, ചിക്കൻ കറിയുണ്ട്, പിന്നെ അച്ചാറൊന്നും ഇതൊന്നും എടുത്തില്ലേ, മാങ്ങാച്ചാർ ഇഞ്ചിക്കറിയൊന്നും എടുത്തില്ലേ. അപ്പോൾ ഞാനും കഴിക്കാനെ കൊണ്ട് വിളമ്പി കൂട്ടുകാരെ. അപ്പം ഞാനും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കും ഇന്നിവിടെ അവിയലുണ്ടായിരുന്നു, പിന്നെ സാമ്പാറുണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും എടുത്തു. അപ്പോൾ ഇനി ഞാനും കഴിക്കട്ടെ. പിന്നെ ചക്കി അവരുടെ അച്ഛനും അവരുടെ അമ്മയും അവരുടെ വല്യച്ഛനും എല്ലാം അകത്തുണ്ട്. അപ്പോൾ അവർ വിധിയെ കഴിക്കട്ടെ, ഞങ്ങൾ വിധിയെ കഴിക്കാം. പെണ്ണ് വഴക്കുണ്ടാക്കുകയാണെങ്കിൽ എടുക്കണ്ടായോ. അപ്പോൾ ഓരോരുത്തർ കഴിച്ചു കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ ഞാനും കഴിക്കട്ടെ കൂട്ടുകാരെ. ഒരപ്പന് ആട്ടി ആട്ടി ഉറക്കം കഴിഞ്ഞു കുഞ്ഞിനെ. അടുത്ത അപ്പം കയറിയിട്ടുണ്ട് കുഞ്ഞിനെ ഉറക്കാൻ. ഒരു രക്ഷയില്ല. രണ്ടപ്പന്മാരോട് എത്ര മത്സരിച്ചാലും അവൾ ഉറങ്ങത്തില്ലെന്നുള്ള കടും പിടുത്തത്തിലിരിക്കുക. തൊട്ടിയിൽ ഇങ്ങനെ ആട്ടി 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 തൊട്ടിയിൽ നിന്ന് കൈയെടുക്കുമ്പോൾ ചക്കി കണ്ണ് തുറന്ന് നോക്കും. ആട്ടടാ ആട്ടടാ, ഞാനങ്ങനെ നിൽക്കണ്ടടാ, ആട്ടടാ ആട്ടടാ.